രാവിലെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒന്നുകൂടി ഒന്ന് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇടുക്കി ബെഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. ചെറിയ ചില തിരക്കുകൾ കാരണം എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. എൽവിനും മനാഫും കഴിക്കാൻ പൊറോട്ടയാണ് പറഞ്ഞത്. ഞാൻ അപ്പവും മീൻകറിയും. രാവിലെ വീട്ടിൽ നിന്നുള്ള കാപ്പി കൂടി കഴിഞ്ഞതാണ്, അതുകൊണ്ട് കുറച്ച് ലഘുവാക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ടുട്ടുമോനെ കണ്ടു. അവനും അമ്മയും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. സ്വന്തമായിട്ട് കടയുണ്ടെങ്കിൽ എന്താ, വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ വേറെ കടയിൽ പോകണം. ഞാൻ വെറുതെ പറഞ്ഞാണേ. ഞായറാഴ്ച ടുട്ടൂമൻ്റെ കട അവധിയാണ്. കടയിലേക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അവർ വന്നപ്പോഴത്തേക്കും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് ചാടി. നെടുങ്കണ്ടം നഗരത്തിൻ്റെ ഞായറാഴ്ച കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട്. അർബൻ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് മീൻ മേടിക്കണം. സാധാരണ ബീഫാണ് ഞായറാഴ്ച പതിവ്. ഇപ്പോൾ ബീഫിനൊക്കെ ഭയങ്കര വിലയാന്നേ. 480 രൂപ ആയി. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ വിലയ്ക്ക് ബീഫ് എങ്ങനെ മേടിക്കാൻ പറ്റും? കുറയുമായിരിക്കും അല്ലേ? എന്തായാലും നമുക്ക് നോക്കാം. ബീഫ് നമുക്ക് പാടെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല. എന്തായാലും അവിടെ കുറച്ച് നല്ല അടിപൊളി മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മേടിച്ച നല്ല അടിപൊളി മത്തിയാണ്. ചാള പണ്ടേ നമ്മുടെ വീക്ക്നെസ് ആണല്ലോ. ഇത്രയും ടേസ്റ്റുള്ള വേറൊരു മത്സ്യം ഏതാ? ഇനി തേനിയിലേക്കുള്ള യാത്രയാണ്. കാറ്റാടിപ്പാടം എത്താറായപ്പോഴത്തേക്കും വീണ്ടും വിശപ്പിൻ്റെ വിളി. നേരെ അടുത്തുള്ള കടയിലേക്ക് കയറി. മനാഫിൻ്റെ മുണ്ടും മടക്കിക്കുത്തിയുള്ള നിപ്പ് നോക്കിയേ. 3 വടി അങ്ങ് മേടിച്ചു. കൂടെ ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും എല്ലാം കൂടി. മനാഫാണ് ആ കടയിലെ ചേച്ചി ചെറുതായിട്ടൊന്ന് പേടിപ്പിക്കുകയും ചെയ്തു. വടിയെടുത്തപ്പോഴത്തേക്കും അതിലൊന്നിൻ്റെ വലിപ്പം അല്പം ഒന്ന് കുറഞ്ഞു പോയി. മനാഫുണ്ടോ വിടുന്നു? മുണ്ടും മടക്കിക്കുത്തി ചേച്ചിയെ ഒരു നോട്ടം. പാവം ചേച്ചിക്ക് അപ്പോഴേ കാര്യം മനസ്സിലായി. അവരപ്പോഴേ ചെറിയ വടി മാറ്റി വലിയൊരെണ്ണം വച്ചു. തേനിക്ക് പോകണമെങ്കിൽ ഇപ്പോൾ കുമ്മളി വഴി പോകണം. കമ്പം വെട്ട് വഴി പണി നടക്കുന്നതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. നേരെ കുമ്മളി ലക്ഷ്യമാക്കി മുമ്പോട്ട്. ചെറിയ മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ കുമ്മളി എത്താറായപ്പോഴത്തേക്കും വീണ്ടും വിശപ്പിൻ്റെ വിളി. വിശന്നാൽ പിന്നെ നമ്മളല്ലാതാവുമെന്നാണല്ലോ. ഒന്നും നോക്കിയില്ല, നേരെ അടുത്ത് കണ്ട കടയിലേക്ക് വണ്ടി ഒതുക്കി. ഓരോ കുസ്ക അങ്ങ് ഓർഡർ ചെയ്തു. ഫുഡ് നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പോരാട്ടം തന്നെ പോരാട്ടം. വലിച്ചു വാരി കഴിക്കുന്നവനാണ്. വീഡിയോ എടുക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഇത്ര മര്യാദ. നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, വണ്ടിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. നേരെ അടുത്ത് കണ്ട പെട്രോൾ പമ്പിലേക്ക് വണ്ടി കയറ്റി. 500 രൂപയ്ക്ക് ഒരു ഫുൾ ടാങ്ക് അങ്ങ് കാച്ചി. ഇപ്പോഴത്തെ വിലയ്ക്ക് 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ എവിടെ വരെ പോകുമെന്തോ. അങ്ങനെ കുമളി കഴിഞ്ഞ് നേരെ കമ്പൻ റൂട്ടിലേക്ക് വണ്ടി കയറിയിട്ടുണ്ട്. ഈ വഴിയിലൂടെയുള്ള യാത്ര വളരെ രസകരമാണ് കേട്ടോ. വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴി, പച്ചപ്പും ഹരിതാഭയൊക്കെ ആയിട്ട് മനോഹരമായ കാഴ്ചകൾ. അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട്. ഞങ്ങളാദ്യം ബോഡിമെട്ട് വഴി തേനിക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അതെങ്ങനെയാ, പോകുന്ന വഴിക്കുള്ള കടകളിലെല്ലാം കയറി ഇറങ്ങി ഫുഡും കഴിച്ച് വരുമ്പോഴത്തേക്ക് സമയം പോയി. പിന്നെ കുമ്മളി വഴിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇതിലേ വന്നാൽ എന്താ, ഒന്നും മോശമാക്കിയില്ല. നല്ല അടിപൊളി കാഴ്ചകളല്ലേ. പെൻ സ്റ്റോക്ക് പൈപ്പിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, അത് പകർത്താൻ പറ്റിയില്ല. ആ സമയത്തൊരു വണ്ടി ഞങ്ങളെ ഓവർടേക്ക് ചെയ്തു പോയി. അതുകൊണ്ട് കാഴ്ചകൾ കറക്റ്റായിട്ട് കിട്ടിയില്ല. ഇനിയും ഈ വഴി പോകേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണിക്കാം കൂടുതൽ വിശദമായിട്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര കമ്പത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സന്തോഷ വാർത്ത എൽവിൻ പറയുന്നത്. തേനിക്ക് പോകണ്ട, കമ്പം വരെ പോയാൽ മതി. ഞങ്ങൾക്ക് വാങ്ങാനുള്ള സാധനങ്ങൾ തേനിയിൽ നിന്ന് കമ്പത്തേക്ക് ഓട്ടോയിൽ കൊടുത്തുവിടും. കമ്പത്ത് നിന്ന് അതും വാങ്ങി തിരിച്ചു പോയാൽ മതി. ആനന്ദലബ്ധിക്ക് വേറെന്ത് വേണം. കമ്പം എത്താറായപ്പോഴത്തേക്കും വീണ്ടും അടുത്ത കടയിലേക്ക് കയറി. ഓരോ കരിക്കങ്ങ് പറഞ്ഞു. മനാഫിനെ കണ്ടപ്പോഴത്തേക്കും അവിടുത്തെ അക്ക ഉള്ളതിൽ ഏറ്റവും മുഴുത്ത കരിക്ക് തന്നെ എടുത്തു. അവൻ കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ചില പ്രയോജനങ്ങൾ ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഇത്തരം കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. ഇടുക്കി ബഡിയുടെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.